ചൂരൽമലയിലെ മുണ്ടക്കയിലെ നിവാസികൾക്കായി വയനാട്ടിലെ സംസ്ഥാന സർക്കാരിന് ടൗൺഷിപ്പ് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ 30-ാം തീയതി അതിൻ്റെ മാതൃകാ വീടിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് വന്നതിന് ശേഷം തൊട്ട് അതിനെതിരെ വ്യാജ പ്രചാരണമാണ്. വ്യാജ പ്രചാരണങ്ങളുടെ ഒരു ഉരുൾപൊട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും തുകയാകത്തില്ല, സംസ്ഥാന സർക്കാർ ചെയ്യുന്നതിനകത്ത് ഇത്ര തുക വരുന്നത് എങ്ങനെയാണ്, മാത്രമല്ല കരാർ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, കരാർ കമ്പനിയുടെ പിന്നിൽ പിണറായി വിജയനാണ് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ UDF കേന്ദ്രങ്ങളിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ UDF കേന്ദ്രങ്ങളും ഇതുപോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലീഗാണ് സ്ഥലം മേടിക്കുകയെങ്കിലും ചെയ്തു. പക്ഷേ യൂത്ത് കോൺഗ്രസും ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല. ജൂലൈ അവസാനത്തോടെ തറക്കല്ലിടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് 2 അങ്ങനെ സുപ്രധാനമായ പല ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാം മറയ്ക്കാൻ വേണ്ടിയാണ് അവർ തുടർച്ചയായിട്ട് വ്യാജ പ്രചാരണങ്ങളുടെ ഒരു ഉരുൾപൊട്ടൽ നടത്തിയത്. പ്രചാരണങ്ങൾ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സർക്കാർ പറയുന്ന തുകയാകത്തില്ല എന്നാണ് അവരുടെ വാദം. എന്തായാലും ഈ സംഭവമെല്ലാം ശക്തമായ രീതിയിൽ ചർച്ചയായി. ഇന്നലെ ഓഗസ്റ്റ് 1-ാം തീയതി ഇതിനെക്കുറിച്ച് ഈ വ്യാജ പ്രചാരണങ്ങളുടെ പ്രചാരണങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ച് മലയാള മനോരമ ഒരു ഫാക്ട് ചെക്ക് നടത്തി. മലയാള മനോരമയുടെ ഓൺലൈനകത്താണ് ആ ഫാക്ട് ചെക്ക് വന്നത്. ആ ഫാക്ട് ചെക്കിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: നിർമ്മിച്ചത് ഒരു വീട്, അമിത നിരക്കിൽ ഊരാളുങ്കലിന് കരാറും, ഉരുൾപൊട്ടിയ വ്യാജ പ്രചാരണങ്ങൾ, വസ്തുത എന്ത് എന്നാണ് ആ വാർത്ത. ഓഗസ്റ്റ് 1 ഉച്ചയ്ക്ക് 1:54 പബ്ലിഷ് ചെയ്തത്. മാത്രമല്ല വൈകുന്നേരം 5 മണിയായപ്പോൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്തു. അതിനകത്ത് സത്യാവസ്ഥ എല്ലാം പറയുന്നുണ്ട്, കണക്കുകൾ എത്രയാണ്. മാത്രമല്ല കോൺഗ്രസിൻ്റെ പ്രചാരണങ്ങളെല്ലാം, UDFൻ്റെ പ്രചാരണങ്ങളെല്ലാം കള്ളമാണെന്നും ആ വാർത്തയ്ക്കായിട്ട് സുപ്രധാനമായിട്ട് അവർ പറയുന്നുണ്ട്. അതാര് പറയുന്നു? മലയാള മനോരമ പറയുന്നുണ്ട്. പക്ഷേ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ വാർത്ത തിരഞ്ഞ് മനോരമ ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ ആ വാർത്ത കിട്ടത്തില്ല. വളരെ രസകരമായ കാര്യമാണ്. എന്ന് വെച്ചാൽ UDFൻ്റെ കള്ളപ്രചാരണങ്ങളെല്ലാം കള്ളമാണെന്നും UDF ചെയ്യുന്നതെല്ലാം കള്ളമാണെന്നും വ്യക്തമായി സ്ഥിരീകരിച്ച ഒരു വാർത്ത മലയാള മനോരമ മുക്കിയിരിക്കുകയാണ്. ശ്രദ്ധേയമായ കാര്യമാണ്. ആ വാർത്തയിലേക്ക് പോകാം. ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് അതിൻ്റെ ദൃശ്യങ്ങളും കാണാം. കാരണം നിർമ്മിച്ചത് ഒരു വീട്, അമിത നിരക്കിൽ ഊരാളുങ്കലിന് കരാറും, ഉരുൾപൊട്ടിയ വ്യാജ പ്രചാരണങ്ങൾ, വസ്തുത എന്ത് എന്നാണ് പറയുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഈ പ്രചാരണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിത പേജുകളാണ്. മാത്രമല്ല ഇവയിലേറെയും വസ്തുത അറിയാതെയോ വസ്തുത മറച്ചു വെച്ചുകൊണ്ടോ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രചാരണങ്ങളാണെന്ന് മനസ്സിലാകുന്നു. കണ്ണടച്ച് വ്യാജ അവകാശവാദങ്ങൾ പടച്ചുവിടുന്ന പ്രചാരണങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. രാഷ്ട്രീയ പ്രേരിത പേജുകളാണ് ഇത്തരത്തിലുള്ള പ്രചാരണത്തിന് പിന്നിലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നത്. അറിഞ്ഞോ അറിയാതെയും ഇത്തരം പ്രചാരണങ്ങളിൽ പങ്കുചേരുന്ന കുറേ സാധാരണക്കാരുമുണ്ട് ഈ കൂട്ടത്തിൽ എന്നാണ് അതിനകത്ത് വ്യക്തമായി പറയുന്നത്. എന്ന് വെച്ചാൽ കണക്ക് സഹിതമാണ് ആ വാർത്ത. എത്ര രൂപയായിട്ടുണ്ട്, മാത്രമല്ല 30 ലക്ഷം രൂപയ്ക്ക് അടുത്താനാവുന്ന 20 ലക്ഷം രൂപയിൽ നെഗോഷിയേറ്റ് തീരുമാനിച്ചിരിക്കുക എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. 30 ലക്ഷം രൂപയാണ് ചെലവെന്ന് പറഞ്ഞുള്ള പ്രചാരണം ശക്തമായിട്ട് UDFകാർ കൊടുമ്പിരി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാള മനോരമയുടെ ഈ ഫാക്ട് ചെക്ക് പുറത്തു വരുന്നത്. അപ്പോൾ ഈ ശ്രദ്ധേയമായ കാര്യം നേരത്തെ പറഞ്ഞു തന്നെയാണ്. ആ വാർത്ത ഇപ്പോൾ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. വെബ് ആർക്കൈവ്സിനകത്ത് ഇപ്പോഴുള്ള സാധനമുണ്ട്. പുതിയ ടെക്നോളജിയുടെ കാലത്ത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ എന്തെങ്കിലും ഒരു സാധനം അപ്ലോഡ് ചെയ്യുകയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്നൊന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കത്തില്ല. അതിൻ്റെ ഒരുപാട് രേഖകൾ പിന്നെയും കാണും. വെബ് ആർക്കൈവ്സിൽ കൂടെ കയറി ഇപ്പോൾ ഈ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അതിനകത്ത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇങ്ങനെയല്ല. ഈ പ്രചാരണങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ വയനാട്ടിലെ ടൗൺഷിപ്പിനെതിരായിട്ടുള്ള പ്രചാരണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മനോരമ പറഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞ വാർത്തയാണ് മനോരമ തന്നെ മുക്കിയിരിക്കുന്നത്. എന്തിന് മനോരമ മുക്കി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായി ഇവിടുത്തെ ചർച്ച ചെയ്യപ്പെടേണ്ട ചോദ്യം. എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ട് ഒരു സത്യം പറയേണ്ടി വന്നു മനോരമയ്ക്കും പറഞ്ഞ് മണിക്കൂറുകൾക്കകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് 2-ാം തീയതി 4 മണി, പക്ഷേ 26 മണിക്കൂറേ ആയിട്ടുള്ളൂ. രാവിലെ തൊട്ട് ഈ വാർത്ത അവിടെ കിട്ടാനില്ല. എന്ന് വെച്ചാൽ 24 മണിക്കൂറിന് മുൻപേ തന്നെ സർക്കാർ അനുകൂല ഒരു സത്യമായ ഒരു വാർത്ത മലയാള മനോരമയ്ക്ക് പിൻവലിക്കേണ്ടി വന്നു. അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട സുപ്രധാനമായ കാര്യം. കോൺഗ്രസ്സുകാർ പറയുന്ന കള്ളമാണെന്ന് മനോരമയ്ക്കും പറയേണ്ടി വന്നു. ആ പറഞ്ഞ കാര്യം മനോരമയ്ക്ക് പിന്നെ ഒളിപ്പിച്ച് വെക്കേണ്ടി വന്നു. കോൺഗ്രസ്സുകാർക്ക് എങ്ങാനും പ്രശ്നമായാലോ? കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടൽ പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചാരണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മനോരമ പറഞ്ഞതിന് ശേഷമാണ് മനോരമ ആ വാർത്ത പിൻവലിച്ചത്. എന്തിന് മനോരമ ആ വാർത്ത പിൻവലിച്ചു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ ചോദ്യമാണ്. പക്ഷേ വയനാട് ടൗൺഷിപ്പിനെതിരെ കോൺഗ്രസ്സുകാർ, UDFകാർ, ലീഗുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അത് വ്യാജമാണെന്നും മലയാള മനോരമ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അവർക്കും പറയേണ്ടി വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് പ്രശ്നമെന്ന് കണ്ടപ്പോഴേ പിൻവലിച്ചു എന്നുള്ള മറ്റൊരു ചോദ്യമാണ്. പക്ഷേ അവർക്കും അവിടെ പറയേണ്ടി വന്നിരിക്കുകയാണ്.
അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ രീതിയിൽ കണക്ക് സഹിതമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമായ കണക്ക് പുറത്തു വിടുകയും ചെയ്തു. ആ സമയത്ത് തന്നെ കാര്യങ്ങളെല്ലാം സാധൂകരിച്ചതാണ്. അപ്പോൾ നടത്തുന്ന പ്രചാരണങ്ങളും വ്യാജമാണെന്ന് മനോരമ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. മാത്രമല്ല അത് രാഷ്ട്രീയപരമായിട്ട് UDF തിരിച്ചടിയാവുന്ന കണ്ടപ്പോഴത്തേക്കും ആ വാർത്ത മനോരമ പിൻവലിച്ചു എന്ന കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്.